ഓട്ടൻചട്ടം ഓട്ടൻചാട്ടം ഓട്ടൻചാട്ടം ഓട്ടൻചട്ടം ഓട്ടൻചാട്ടം പ്രതിമ. ഓട്ടൻചട്ടം ഓട്ടൻചാട്ടം ഓട്ടൻചാട്ടം ഓട്ടൻചട്ടം ഓട്ടൻചാട്ടം പ്രതിമ. ഓട്ടൻചട്ടം ഓട്ടൻചാട്ടം പ്രതിമ. ഉമ്മുകുൽസു ഉമ്മുകുൽസു എങ്ങോട്ടാ നോക്കണേ? കുൽസു ചിരിക്കേ. ദേവി ഇപ്പൊ ചിരിച്ചു ചിരിച്ചു. കുറച്ചും കൂടി കുറച്ചും കൂടി. ശുക്കൂർ ശുക്കൂറിന്റെ തലയിലാ കാക്കക്കാട്ടം. എടാ കാക്കക്കാട്ടൻ തലയില്. കാക്കക്കാട്ടോ? സുപ്രോയ്. അമ്മേ ചിരിക്കേ ചിരിക്കേ. ആരെ നോക്കണേ? ചേച്ചി ഇപ്പൊ വരൂട്ടാ. സുപ്ര ചിരിക്കണ കുട്ട. ചെന്താ ഇങ്ങനെ കാക്കക്കാട്ടം മറന്നിട്ടാണെങ്കി ഇവിടെ നിക്കാനും വയ്യ. എല്ലാരും കൂടെ കളിക്കാൻ വന്നേണോ? മതി മതി, ക്ലാസ് കേറിക്കേ. ചേച്ചി വന്ന് കേറി കേറി. നാളെ മുതൽ എന്നെ കാക്കാൻ നിൽക്കണ്ട, ക്ലാസ് കേറി. എടി 2 പേനുണ്ടോ? ഒരു പേന വരുമോ? എടി എന്റെ ബുക്ക് ഇതാ. ലേറ്റ് അല്ലല്ലോ. അല്ല അപ്പു കേറ്. എന്താണ്ടാ ബുക്ക് ഇടുന്നോ? അതെ, ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നാ മതി. ഇപ്പൊ പോയിക്കോ. അല്ല അമ്മ പറഞ്ഞായിരുന്നേ അവനെ നീ ശ്രദ്ധിക്കണേ. അവനെ ഞാൻ ശ്രദ്ധിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അല്ല ഞാനും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ഒരു ഇത് മറ്റേ അപ്പു ചേട്ടൻ വേണോ ഇവിടെ? വേണ്ട വേണ്ട, കുഴപ്പമില്ല, പോയിക്കോ. അവന് കുഴപ്പമില്ല. ഫോട്ടോ അപ്പോ പോയിക്കോ. ചേച്ചി ടൈം ടേബിൾ ഏതാ? ഇംഗ്ലീഷ്. ആ അപ്പൊ അതെടുത്തു. എടി ഡൈലിനർ ഉണ്ടെന്നാ. എന്തെടുത്ത് വെച്ചിരിക്കണേ? ഞാൻ ഹിന്ദി എടുത്ത്. ഇംഗ്ലീഷ് അല്ലേ എടുത്ത് വെക്കാൻ പറഞ്ഞേ? എല്ലാവരും എടുത്ത് വായിച്ചേ. ഞാൻ ഇപ്പൊ വരാട്ടോ. സ്കൂളിൽ എടുത്ത് തന്നെ എടുത്താ മതി. അമ്മ ചായ എടുത്തു വെച്ചാ? അടിപൊളി കളിക്കാം. സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ കൊണ്ട് ചീത്ത അറിയിപ്പിച്ചല്ലേ. ഇതിന്റെ വാച്ച് നോക്കട്ടെ. ഇതില് സൂചില്ലല്ലോ. സ്മാർട്ട് പാസ്വേഡ് പൊട്ടത്തി. ബുക്ക് എന്താടാ കാട്ടണേ? ഓള് വന്നിട്ട് എത്ര നേരായി? നിങ്ങൾ എപ്പോഴാ വരണേ? പണി ഉണ്ടായിരുന്നിടോ, അതേ വരാൻ വൈകി. താളി തേക്കാറില്ലേ? ആ പാത്രം കഴിച്ചു അമ്മ കഴുകിച്ചാ മതി. ശ്രേയ വന്നില്ലേ ഇന്ന്? സ്കൂളിലും വന്നിട്ടില്ല. എന്തു പറ്റി? ചേച്ചി സുപ്രന്ന ടീച്ചറോട് നല്ല അടിയിട്ടാ. എന്തിന്? ചേച്ചി ഇന്നലെ അവന്റെ ബുക്കിൽ എഴുതി കൊടുത്തില്ലേ? ഹാൻഡ് റൈറ്റിംഗ് പിടിച്ച് വന്നിട്ട് നല്ല കരച്ചിലായിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്നിട്ട് ഞാൻ എഴുതി കൊടുത്താന്ന് പറഞ്ഞാ? ഇല്ല, അമ്മ എഴുതിയെന്നാ പറഞ്ഞു. സുപ്ര, ഞാൻ നല്ല പെൻസിൽ കൊണ്ടല്ലേ എഴുതുന്നെ. അത് വീട്ടിൽ ചെന്നാ മാറ്റി എഴുതണ്ടേ? എന്നിട്ടല്ലേ കാണിച്ചു കൊടുക്ക. ഞാൻ മറന്നു. ഇപ്പൊ എന്താ എഴുതുന്നെ? അത് ഫുള്ള് ഇപ്പൊ ഇമ്പോസ് ചെയ്താൻ പറഞ്ഞു. ഇപ്പൊ എത്രയായി? 40. എഴുതിക്കട്ടോ, മൊത്തം എഴുതിക്കോ. അല്ല എന്താ പന്റെ കിടത്താം? നീറ്റിരുന്നവരേക്ക് സ്കൂളിൽ ചേച്ചി ഇന്നലെ ഹോംവർക്ക് തെറ്റിയിരുന്നു. നോക്കട്ടെ. അപ്പൊ നീങ്ങിരുന്നേ കണ്ടോ? ഏതാ? നോക്ക്, ഹോംവർക്ക് ഇയാള് ബുക്ക് കൊടുത്തിട്ടില്ല. അത് ശരി. ഇത് മൈനസ് അല്ലേ ഈ ചെയ്ത് വെച്ചിരിക്കണേ? അതിന്റെ മുകളിൽ 2 കുത്തുള്ള ഈ കണ്ടില്ലേ? മൈനസ് ചെയ്താ പിന്നെ ഉത്തരം മാറൂലേ? ഇത് തന്നെ ഞാൻ 2 കണക്കും കൂടെ തരാട്ടോ, ചെയ്തു നോക്ക്. അതും ഇനി കുത്ത് കാണാണ്ടിരിക്കണ്ട കേട്ടോ. ചേച്ചി ഹോംവർക്ക് ഇയാള് ബുക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഈ വന്നേ? ഇയാള് അപ്പൊ ബുക്ക് എടുക്കാൻ ബുക്കൊന്നല്ലോ. നീ പുസ്തകം മേടിച്ചു വന്നേ. എന്നാടാ 12 ഹരിക്കണം. നല്ലപോലെ പഠിക്കണം കേട്ടോ. ചെയ്തോട്ടാ. ചേച്ചി എന്താ വായിക്കാ? ഏതോ? അല്ല ടീച്ചറെ, ക്ലാസ് എപ്പോഴാ കഴിയുന്നേ? 6:30 വന്നാ മതി. എന്നാ 6:30 വരാം. I'm hungry, ma announced Appu, appearing suddenly. ചേച്ചി കഴിഞ്ഞു. ഇത്ര പെട്ടെന്നോ? കാണിച്ചേ. ശരിയാണോ?
എല്ലാം ശരിയാക്കിണ്ടല്ലോ. ഒരു ചരട് ചേച്ചി ഇതൊന്ന് ടീച്ചർ ബോർഡിൽ എഴുതി തന്ന കണക്കാണ്. അത് ഉച്ചക്കല്ലേ, അത് ഞാൻ പറഞ്ഞ ഒരു വരി ചേച്ചിക്ക് ഇന്നലെ വരിവിട്ട് ഇട്ടെന്നില്ലട്ടാ. അതിന് ഈ എപ്പോഴും ഉത്തരം ശരിയാക്കേണ്ടത്. ഇതാ മക്കളെ ചായ കുടിച്ചിട്ട് പഠിക്കട്ടോ. ആക്കല്ലേ ക്ലാസ്സിനിടയിൽ ചായ കൊണ്ടുവരരുത് പറഞ്ഞില്ലേ? ഈ ഇന്നെ പഠിപ്പിക്കണ്ട, പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. ഞങ്ങളുടെ പോക്കറ്റ് അടച്ചു കൊണ്ടോടെ. ഉണ്ണിപ്പെടുത്തോളൂ. ഇത് ചേച്ചി ഉണ്ടാക്കിയതാ. കടുപ്പാണല്ലോ. എന്തേലും അതുണ്ടോ? ഉണ്ടല്ലോ ഉണ്ടോ അതുണ്ടോ? ഇന്ത്യയിലും അതിലുണ്ട്. അതറില്ല. ഇന്നലത്തെ മിശ്രം ഒന്നുകൂടെ ടേസ്റ്റ്. ഒരു ബിസ്ക്കറ്റ് അപ്പൊ ഇനി നോക്കണ്ടേ, ഇനി തരില്ല. ചേച്ചി പൂവല്ലേ, വാ. അല്ല സുപ്ര, അന്റെ എഴുത്തൊക്കെ കഴിഞ്ഞപ്പോ? ആ അതെ, ചായ കുടിക്കല് കഴിഞ്ഞാ ചോദ്യം ചോദിക്കല. അതെ, ഞാൻ കുളിച്ചു വരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴേക്കും പഠിച്ചു വെച്ചേക്കണം കേട്ടാ. 5 മിനിറ്റ് എന്ത് അത്ര സമയമൊക്കെ മതി. ഇല്ല. എടി വല്ലതും പഠിച്ചാ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാനും പഠിച്ചില്ലടി. ഒരാളോട് വർത്താനം എടാ തോർത്ത് കൊടുക്കണവനെ. പഠിച്ചു കഴിഞ്ഞ എല്ലാവരും? എപ്പോഴോ ചേച്ചി ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്നുമില്ല. വേഗം പുസ്തകം അടിച്ചു എല്ലാവരും. എടുത്തു വെക്ക്. സമയം തരില്ല. ഞാനൊക്കെ പഠിച്ചു. പ്രത്യേകം പറയണം നിന്റെ അടുത്ത്. ചേച്ചി അമ്മ, ആ ചൂരിലെടുത്തേ. ചൂരല. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോ APJ അബ്ദുൽ കലാം സാറ് വരാന്ന് വിചാരിച്ചോ? അപ്പോ സാർ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ട 5 ചോദ്യങ്ങള് ഇംഗ്ലീഷിൽ വേണം. ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ഹലോ, how are you? How old are you? Where are you? Who are you? Who are you? Kilometers from Washington DC to Miami Beach. ശുക്കൂറേ, നീ ഇപ്പൊ എന്താ പഠിക്കണേ? ഞാൻ മദ്രസത്തെ. അല്ലേ, ഈ തന്നെ പഠിച്ചാൽ മതിട്ടാ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടാ. ആ ശരി ചേച്ചി. അൽഹംദുലില്ലാ. പിള്ളേര് കൊള്ളാട്ടാ, ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഇതാണോ നിങ്ങൾ എല്ലാരും കൂടെ ഇത്രയും നേരമായിട്ട് പഠിച്ചു വെച്ചേ? ചേച്ചിയെ ബുക്കിൽ ചോദിക്കേ. മെല്ലെ അടിച്ചാ മതിട്ടോ ടീച്ചറെ. ബുക്കെന്ന് ചോദിച്ചാ ഈ പറയോ? ആ പറയും. ആ ബുക്ക് എന്ന് വിളിച്ചോ. എളുപ്പമുള്ള ചോദിക്കണേ. പഠിച്ചോനെ കത്തോണേ. അപ്പോ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഇതാരാ എഴുതിയേ? കേശവൻ ശങ്കർപിള്ള. ആ പഠിച്ചിട്ടുണ്ടല്ലോ. കുൽസോ, രാജു സുധീനയും കൊണ്ട് എങ്ങോട്ടാണ് പോയത്? നിനക്ക് എപ്പോഴും ഉള്ളതാണല്ലോ ഇത്. അവിടെ ഇരുന്നേ. പോയിട്ട് വാ. അല്ല, എന്നോട് പ്രത്യേകം എണീക്കാൻ പറയണോ കുൽസോ? ആ പറയ്. ഇംഗ്ലീഷിലാണേ. എന്തെത്ര ആലോചിക്കാൻ? രാജു സുധീന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണോ? അതെ, മതി ആലോചിച്ചത്. കൈ നീട്ടിയേ. കുൽസ കൈ വലിച്ച നല്ല അടിയിട്ടു കേട്ടാ. ചേച്ചി ഒന്നുകൂടി ചോദിക്കോ? ഒരു തവണയും കൂടെ ചോദിച്ചാലേ ഉത്തരം പറയുള്ളൂ. ചേച്ചി ചോദിക്കി. രാജു സുധീനയും കൊണ്ട് എങ്ങോട്ടാണ് പോയത്? ഇതെന്താ കണക്കാ? അറിയണ പോലെ അഭിനയിക്കുന്നു വേണ്ട. ചേച്ചിനെ അപ്പൊ പറഞ്ഞിട്ട് തുമ്പത്തുണ്ട്. അപ്പൊ പറഞ്ഞുതരാം ചേച്ചി. അപ്പോഴത്തെ അപ്പൊ പറഞ്ഞുതരാം പ്ലീസ്. എന്നോടല്ലേ ചോദിച്ചേ? ഉത്തരം ഞാൻ പറയുള്ളൂ. ചേച്ചി ചോദിക്കും, ഞാൻ പറഞ്ഞുതരാ ചേച്ചി. നിന്നാലോചിച്ചാ മതി കേട്ടോ. സുപ്ര എണീറ്റോ. ആയിക്കോട്ടെ. രാജു പോയിട്ട് ഓ, തമ്പ്രാനുവിനെ അറിയില്ലല്ലോ അല്ലേ? ഒന്നും പഠിക്കാണ്ട് ഇങ്ങോട്ട് വന്നോ. ആ, പുറക്കടിച്ചിട്ട് എനിക്ക് കരയാനല്ലേ? എനിക്ക് വേണ്ടീ.
ടീച്ചറെ അപ്പൊ ഇവിടെ സമയായില്ലല്ലോ. ആയില്ലേ? ആ, എന്തായാലും കുറച്ചേരം കൂടെ അല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. നീ ഒന്ന് പോയെ. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കണം. എന്താണ് ടീച്ചറെ, ഒന്നുമില്ലേലും നമ്മള് പണ്ടാ ബിന്ദു ചേച്ചിയുടെ വീട്ടില് ഇതുപോലെ ഒരുമിച്ചിരുന്ന് ട്യൂഷൻ പഠിച്ചവരല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഒന്ന് പൊയ്ക്കേന്ന്. ഓഹോ, ഇനി 10 മിനിറ്റ് കൊണ്ടല്ലേ ഉള്ളൂ. ഞാൻ ഇനി പോയിട്ട് വരുന്നേ. ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നും ഇവിടെ വന്നിങ്ങനെ ഇരിക്കണം. അതൊക്കെ പറയുന്നു വേണ്ട. ദീപം 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 ഗുരുവായൂരപ്പ. ആ സുധിയേ, ആമേ. ഈ വന്ന ഏതായാലും നന്നായി. ഒരു ബൾബ് മാറ്റിടാണ്ടേ. അതിനെന്താ ബാക്കി കൂടെ വന്നാ മതി. എന്നാ ഞാൻ പുറകെ വരാം. ടീച്ചർ പെണ്ണ് കുളിച്ചാ അമ്മ പോടി പെണ്ണ അവിടുന്ന്. ദേവി എണീറ്റോ? പല്ല് ഏ? ചേട്ടാ പല്ലു പോയി. എന്തുപറ്റിയെടാ? പല്ല് പോയാ? നോടെ. ആ ആ ആ ആ, ഇത് പോവാനുള്ളതല്ലേ? നീ ആ ഓട്ടമറത്തോട്ട് എറിഞ്ഞാളാ. ആ ആനപ്പല്ല് പോയിട്ട് കീരിപ്പല്ല് പോയിട്ട് നല്ല പല്ല് വരട്ടെ. ആനപ്പല്ലും പോയി കീരിപ്പല്ലും പോയി നല്ല പല്ല് വരും. അവന്റെ ഒരു പല്ല്. അമ്മോയ് ദാ വരുന്നട ചക്ക. ആ, എന്നാ ഇത് എവിടെ ഇടുന്നത്? ദാ ആ, അല്ല അമ്മ, അജയ് എവിടെ? ഓൻ കളിക്കാൻ പോയിക്കാണ്. ആണോ? ഓനെ കൊണ്ടുണ്ടോ അവിടെ എന്തെങ്കിലും ഉപകാരം? ഓ, ഇത് ഫുള്ള് പോയമ്മ. ഡിസ്ക്രൈബ് അബൌട്ട് രാജു. രാജു എങ്ങനത്തെ കുട്ടിയായിരുന്നു പറഞ്ഞേ. രാജു ഈസ് എ നോട്ടി ബോയ്. വെരി ഗുഡ്. കേട്ടോ? ചേച്ചി ഇത് എളുപ്പമുള്ള ചോദ്യല്ലേ? ആണോ? നിനക്ക് അടുത്ത പ്രാവശ്യം എളുപ്പമുള്ള ചോദ്യം തരാട്ടാ. ഇപ്പൊ കൈ നീട്ട്. കൈ വലിക്കല്ലേ ദേവി. കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് തന്നെ തോന്നുന്നു വീട്. ഏതോ ഒരു കുട്ടി വരുന്നുണ്ടല്ലോ. എന്താ ചേച്ചി? ഞങ്ങൾ അപ്പുറത്തെ വീട്ടില് പുതിയ ആ താമസക്കാരാ. ഗിരിജ പറഞ്ഞായിരുന്നു കേറി ഇരിക്കി. ഇരിക്കുന്നില്ല, ഇവളെ കൂടി ഇവിടെ ചേർക്കാൻ വന്നതാ. മോളെ പേരെന്താ? ഏത് സ്കൂളിലാ പഠിക്കണേ? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശരി, അപ്പൊ നാളെ തൊട്ട് നാളെ തൊട്ട് വരാം. ശരി ശരിട്ടാ. പുതിയ വീട്ടിലെ കുട്ടിയല്ലേ അത്? എടി എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയില്ലേ? ഇല്ലേ? പോയിരിക്കടാ ക്ലാസ്സില്. എല്ലാരും ചെന്നിരുന്നേ. ചേച്ചിക്ക് ഇഷ്ടായില്ലട്ടാ. കേൾക്കാം. കത്തുന്നില്ലേ? ആ, കത്തിയല്ലോ. ചേട്ടാ ആ ബോളും തരൂ. എന്താണ്? ആ അജയേ, ഞാൻ പെങ്ങളെ ഇറക്കാൻ വന്നണ്ടാ. എനിക്ക് പെങ്ങളില്ലല്ലോ. അമ്മായിന്റെ മോളുണ്ടോ? അതെ, ഇവിടെ പുതിയ പിള്ളേർക്കുള്ള പോയെ. പെങ്ങളും എന്താണ് നോക്കണേ? തരാട്ടോ. നായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉത്കല ജലധിതരംഗ. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. നാളെ എല്ലാവരും നേരത്തെ വാട്ടാ. വന്നിട്ട് പുറത്ത് കളിക്കരുത്. അത് പോരട്ടാ, നാളെ വരാം. വാടെ കളിക്കാൻ പോവാടെ എല്ലാരും കാത്തിക്കടാ. ജുന് മണ്ടിക്ക് കൂട്ടിയേ ഇത് ശരിയാക്കണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാ. വാടാ പോയിക്ക. ഇവിടെ കുറച്ച് പണിയുണ്ട് പറഞ്ഞല്ലേ. തിരിച്ചേ ഉണക്കറിയില്ല എന്റെ ലക്ഷ്യം എന്താണെന്ന്. പൈലറ്റ് അല്ലേ? അതൊന്നല്ല. മാറിയോ? ഞാനൊരു 5 രൂപയുടെ വിചാരിക്കുക. ഇങ്ങനെ പോവാണെങ്കിൽ 50 പൈസ ഡോക്ടർ അവിടെ നമ്മളൊരു ബെഞ്ചിരുന്ന് പഠിക്കുന്ന കേട്ടാ. അത് മറക്കണ്ട. എടാ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ. ചെറുക്കണ്ടല്ലോ. അത് ശരി, ഇപ്പൊ ടീച്ചറും ആയോ? മിണ്ടായിരുന്നെങ്കിൽ വൈകിട്ട് വീട്ടിൽ പോവാളാണ്. ഒരാളെ കുറവുള്ള പോയിക്കൂട്ടിയെ കുറച്ച് പണിയുണ്ട്. മണ്ടിക്കാം. ഇത് കളപ്പുറക്കാട്ടാ. അല്ല ഞങ്ങൾ അവിടെ എങ്ങനെ കളിക്കാം. എന്താ പെണ്ണ നോക്കിയിരിക്കുന്നത്? ഇപ്പൊ ഇത് പഠിച്ചേ? എനിക്ക് പഠിക്കുന്നു വേണ്ട. എനിക്ക് അമ്മയുടെ പോലെ മെഷീൻ അടിച്ചാൽ മതി. പിന്നെ അതിനാണല്ലോ ട്യൂഷനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ഈ ചെക്കതിരെ പോയില്ലേ? അവിടെ നിന്നോട്ടെ.
എടാ വാടാ ശുക്കൂറെ വാടാ ഡാ. ഏ ബാറ്റ് ഉണ്ടോ ആടത് പോയിക്ക അവിടുന്ന് കളിക്ക വേറെ ശരിയാക്കല്ലടാ കണ്ടിക്കൊണ്ടുവരും ഇഞ്ഞുകൂടി മണ്ടേ മാടും ഇനി കുറച്ചേരം മെഷീൻ അടിക്കാം ഹലോ ഇതെന്താ ചെയ്യുന്നത്? ചെയിൻ്റെ വെച്ചേക്ക് എന്റെ ചെയ്യുന്നേക്കാളും ഡൈറ്റാ. ഞാൻ ഒറ്റ ശരിയാക്കും. ഓ എല്ലാം മോളെ സൈക്കിൾ വിളിച്ചോ? എന്താ പറഞ്ഞു ജിദ്ദ് ശരിയാക്കണോ ഇന്നെന്താ അമ്മ വന്നില്ലേ? ഇല്ല, ഇക്കൊരു വരാൻ പേടിയൊന്നുമില്ല. എന്നാ കേറിയിരിക്കി. ഈ എന്തേ നോക്കിയിരിക്കുന്നേ? ഞാൻ പഠിച്ചൂടെ? പഠിക്കന്നെ കസാല ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഈ കല്യാണം കളിച്ച് കയ്യൊക്കെ അഴുക്കാവൂലേ? തിരിക്കടാ കൈ നോക്കട്ടെ. മാറി ചേരൊന്നുമില്ല ഇവിടെ. കസാരേ മോൾ ഇവിടെ ഇരുന്നാട്ടാ. ചേച്ചി ഇപ്പൊ വരെ ഓക്കെ, താങ്ക് യു. ബുക്ക് എടുത്ത് വായിച്ചാട്ടാ. അമ്മ അകത്തുണ്ടേ. ഓക്കെ മാം. ഓളെ ആരാന്നുള്ള വിചാരം? ഇക്കുണ്ടത്തെ ബാഗ് നാളെ ഞാനും കാണിച്ചു തരാം. അല്ല കൊറേ നേരമല്ലോ വെച്ചിട്ട് പള്ളിന്ന് ഒഴിവാക്കും ഹായ്. ഈ ഡ്രസ്സ് എവിടെ നിർത്ത്? ഇതെന്റെ പപ്പ ഗൾഫിൽ നിന്ന് വന്ന. ഒരു സുഖമില്ല എന്താടാ സൈക്കിളിന് പറ്റിയേ? മലയാളോ? മലയാളം എന്താ പഠിക്കാനുള്ള? സയൻസ് എടുത്തോട്ടാ. ആ ബബ്ലു ഇന്നെന്താ കൊണ്ടുവന്നിട്ടുള്ളേ? ഞാൻ എല്ലാ ബുക്കും കൊടുക്കും. ചളിയല്ലേ ബാഗ് സീറ്റാണ് തരാട്ടാ ചേച്ചിയെ എവിടെയായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. ആരുടെ കല്യാണം? അമ്മയുടെ കുടുംബത്തിലെ. നിന്റെ കുടുംബത്തിൽ എന്നും കല്യാണാണോ? നീ ലീവ് ലെറ്റർ എഴുതിട്ട് കയറിയാ മതിട്ടാ. ലീവ് ലെറ്ററോ? ഇതെന്താണ് ചേച്ചി? നിങ്ങൾ എല്ലാവരും കളി നല്ലോണം കൂടിയിട്ടുണ്ട്. ഇനി ഞാൻ നല്ല സ്ട്രിക്റ്റ് ആവാൻ പോവാ കേട്ടോ. സത്യാണ് ഇതന്നെ കള്ളാണ് ഇതന്നെ സത്യം എത്തിക്കോ. നമ്മളെ ചേച്ചിയല്ലേ? ഏതാണ് പുതിയ കുട്ടി? ബബ്ലു. ഒടുക്കത്തെ ചാട്. ഇതിപ്പോ എന്തെടുത്ത് വെച്ചിട്ടുള്ള? ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്നാ ഹോംവർക്ക് ചെയ്താലോ? അത് വേണ്ട, അത് ഞാൻ വീട്ടിൽ പോയി ഇപ്പൊ എന്തെങ്കിലും ചെയ്യാം. എന്നാ പിന്നെ ഒരു കണക്ക് തരാം, അത് എഴുതിക്കോട്ടോ. ഐലിനറാ ആ അതിന്റെ ബാഗിലുണ്ട്. എന്നാ തന്നെ തരാടി എടിപ്പ തലങ്ങ് മറക്കും. ആദ്യം ഇതിന്റെ ചിമ്പിയായോ? അത് ഞാൻ തരജിപ്പ തായോ. തരാ താഴെ 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 പ്ലീസ് താ. ഉണ്ടായിക്കോളൂ. ഇതൊക്കെ തീർത്തില്ലേ? ഈ പൊയ്ക്കൈക്ക് പഠിക്കണം. ഒക്കെ കേച്ചി ഇടി എന്റെ കഴിഞ്ഞില്ലേ? നോക്കട്ടെ. ഒപ്പറേ ചേച്ചി കഴിഞ്ഞു. കഴിഞ്ഞോ? ചേച്ചി സയൻസ് തന്നെയല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഡി സോറി. ഡേറ്റ് എഴുതു കേട്ടോ. അമ്മ എങ്ങടാ പോണേ? ഞാൻ ആ കടയിൽ കടി. എന്ത് ശബ്ദം ഇത്? പഠിക്കാൻ ഈ ആവേശമൊന്നും കാണുന്നില്ലല്ലോ. അവിടെ പോയിരിക്കടാ. ഓ ശരി എന്റെ സീറ്റ് അല്ലേ? വീട്ടിൽ നിന്ന് സീറ്റ് ഒന്നല്ലോ. തൽക്കാലം ഇപ്പൊ അവിടെ ഇരുന്നാ മതി. ശുക്കൂറെ തരാട്ടാ. പൊടി 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 പോടാ. കല്യാണം കഴിഞ്ഞോ? ഇടി എന്താടി കണക്കിയാൻ തരാൻ എന്റെ ഡ്യൂട്ടി. ഹലോ, ഹൗ ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹു ആർ യു? ഐ ആം ബിനി. ഓ യു വലിയ ഇംഗ്ലീഷ് എത്തിയല്ലോ. മുണ്ടൊക്കെ അയച്ചിട്ട് നീ അയച്ചിരുന്നു ഓക്കെ അല്ലേ? എനിക്ക് വെള്ളം കുടിക്കണ്ടോ? ചേച്ചി ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു വരെ. കൊടുത്തു നിർത്തോട്ടോ. ഇത് എഴുതിക്കും. ചേച്ചി ആ പോടാ. അമ്മല്ലേ ഇല്ല. എന്തേ? അമ്പല കമ്മിറ്റി പെരുവിന് വേണ്ടി അമ്മ ഉള്ളപ്പോ വന്നാ മതി. പോവല്ലേ? ചേച്ചി കുറച്ച് വെള്ളം കിട്ടോ? വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ ഞാൻ തന്നെ നടക്കാൻ എന്താണ്ടാ നോക്കുന്നു ജി? ഉണ്ടല്ലടാ ഉണ്ടല്ലേ? പുറത്തിറങ്ങിട്ട് പറയാ. ജിലേബി ജിലേബി തിന്നാൻ സമയക്കൂല. നമുക്ക് തരാതെ തിന്നില്ലേ? എന്ത് ഞാൻ കണ്ട് വെള്ളം കുടിക്കാൻ
നിന്നെ കറച്ചുണ്ടല്ലോ. ചേച്ചി അവൾക്ക് ഒടുക്കത്തെ ജാടിയാണല്ലേ. ചേച്ചി അവിടെ 7 പൂജ്യല്ലേ? പൂജ്യം ഇറക്കിട്ട് ചേച്ചി ഫിനിഷ്. ഇപ്പൊ വരാട്ടോ. 35. ചേച്ചി ചെയ്ത ചേച്ചി തിരക്കാട്ടി സുഖല്ലേ ഞാൻ ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടല്ല കൈക്കോട്ട്. കറക്റ്റ് ചേച്ചി ചേച്ചി പേടിക്കണ്ട. ഈശ്വരനാ സത്യം. കഴിഞ്ഞോ? ഓ യെസ്. ഇത് തെറ്റാണല്ലോ. എടേ തെറ്റാടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല കൈക്കോട്ട്. അല്ലല്ലോ. നോക്ക് ഇവിടെ 0 വരും. 13.05.0. ഇതല്ലേ ഉത്തരം. ഓ ഈശ്വരൻ കാത്ത്. അതിനൊന്നും ഇല്ലടാ വെറുതെ. ഒരു കണക്കൂടി തരട്ടെ? വേണ്ട ഇനി ഇംഗ്ലീഷ് എടുക്കാം. എന്നാ പിന്നെ എടുത്ത് വെക്കും. ഞാൻ ഇപ്പൊ വരാം. അപ്പു എന്താ ചെയ്യണേ? ടീച്ചർ ആള് പിന്നെയും എന്താണ് നിനക്കെന്താ പ്രാന്തായോ? ദാ സുധിയെ, ആമേ ഈ പുറകിലേക്ക് ഒന്ന് വന്നേ, 2 തേങ്ങ വിളിക്കാനുണ്ട്. ആ ദാ വരുന്നു. ഇതാ അപ്പു, നിന്റെ ചേട്ടനോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞോ? ഞാൻ പിടിച്ചിടിക്കൂട്ടാ. ഇടിച്ചോ? എന്താടാ അന്റെ ചേട്ടനല്ലേ ഇനി? എന്ത്? ആ ചേച്ചി നേരത്തെ വിടൂ. എന്നും നേരത്തെ പോയിട്ട് അനക്കെന്താ കാര്യം? എന്നാ പഠിച്ചേട്ടാ. സുപ്ര എന്തോ എന്താ വായിക്കണേ? മലയാളം സയൻസ് അല്ലേ എടുക്കാൻ പറഞ്ഞേ? ആ പിന്നെ എന്താ ഇത്? ബുക്ക്. ചായയൊക്കെ കുടിച്ചാ? ചായ ഒന്നില്ലല്ലോ. ഇപ്പൊ വരൂ കേട്ടോ. സയൻസ് എടുക്കാം. ദേവി എന്തു പറ്റി മുഖത്തിനൊരു വാട്ടം? ചേച്ചിക്ക് മുട്ടായി തരാതെന്ന്. അതെന്തേ? കിട്ടിയില്ലല്ലോ. 2 ആളും ഒരു മിഠായി. ഈ എന്തിനാ ചേച്ചിയോട് പറഞ്ഞു? നീ എന്നോട് മുണ്ടണ്ട, ഞാൻ എന്നോട് തെറ്റാ. ഞാനും തെറ്റി. പേനടി. എല്ലാരും ഉണ്ട് ട്ടാ. ചേച്ചിക്ക് കളിച്ചോടുന്നില്ലയോ? അന്റെ എന്നാ മിച്ചറല്ലേ കഴിച്ചില്ലേ? എല്ലാരും ഉണ്ട്. നമ്മക്കാരില്ല, നമ്മൾ ഒറ്റയ്ക്കാ. ഇതാ മോളെ, മോളിത് കഴിച്ചോ. വേണ്ട എന്റെ അത് കഴിച്ചോ. വേണ്ട, ഇതാ കോൺസെൻട്രേഷൻ നല്ലത്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ നാളെ തൊട്ട് പിള്ളേർക്ക് അത് കൊടുക്കും. അപ്പു ശ്രേയ എന്താ അവിടെ ചെയ്യുന്നേ? ഒന്നുമില്ല. പുതിയ കുട്ടി വന്നിട്ടുള്ളോടി. ഇംഗ്ലീഷ് മീഡിയ. മോളെ എന്നെ പഠിപ്പിക്കണം. ശരി തന്നെ. അടക്കെ പെറുക്കുന്നവർ. 10-25 വർഷം മുമ്പ് നാട് വിട്ടുപോയ ഒരു മനുഷ്യൻ ഇന്ന് കാലത്ത് ഞാൻ ഷേവിംഗ് ക്രീം പുരട്ടി നിൽക്കുമ്പോൾ മടങ്ങി വരുന്നു. ഇതേ പുറത്തൊരാൾ വന്നിരിക്കുന്നു. വിളിച്ചു പറയുന്നത് ഭാര്യ. ആരാ? ഞാൻ ചോദിച്ചു. മതി മതി. ദേവി വായിക്കേ. എനിക്കറിയില്ല, ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരെ നിനക്കറിയില്ലേ? അറിയാം, പക്ഷെ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇറേസർ കൊണ്ട് ക്രീം വലിച്ചു മാറ്റി, വാഷ് ബേസിലിട്ട് അതിന്മേൽ വെള്ളം ശക്തിയായി വീഴ്ത്തി ടവലിൽ മുഖം പൊത്തി പൂമുഖത്തേക്ക് നടന്നു. ജഗൻ എന്നെ മനസ്സിലായോ? താഴെ സഞ്ചി ചുരുട്ടി പിടിച്ച് മുൻവരി ഇളകിപ്പോയ 2 പല്ലുകൾ ഉണ്ടാക്കിയ വിടവുകളിലൂടെ വിടവളി വിടവഴിയിലൂടെ നല്ല വിടവിലൂടെ. വിടവിലൂടെ ഒരാൾ മുറ്റത്ത് നിന്ന് ചിരിക്കുന്നു. ആ മുഖം ഞാൻ അരിച്ചു വെറുക്കി. മൂക്കിന് താഴെ ഇടതുവശത്തായി ഒരു കരുവാറ്റ. പുരികത്തിൽ വന്ന് വീഴുന്ന കോലൻമുടി. ശ്രേയ വായിച്ചേ. ഓൾക്കോ? ചേച്ചി ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. വന്നില്ല വെച്ചിട്ട് നമുക്ക് വായിക്കാറില്ലേ? എല്ലാവർക്കും വായിക്കാനറിയാം. വൗട്ടി വായിച്ചേ. നേരം പരപരാന്ന് വെളുക്കുമ്പോൾ മുത്തശ്ശൻ ചുരുണ്ടുകൂടി കിടക്കുന്ന ചന്ദ്രേട്ടനെയും വിളിച്ച് അടക്ക പെറുക്കാൻ തോട്ടത്തിലേക്ക് പോകും. എന്റെ ട്രൗസറിന്റെ പിറകിൽ ഒരു ഓട്ടയുണ്ട്. കണ്ണിലെ അതിലൂടെ 50 പൈസ വട്ടത്തിൽ എന്റെ ചന്തി കാണാം. കുമാരന്റെ കണ്ണിൽ നോക്കിയപ്പോൾ കാറ്റിൽ കവുങ്ങുകൾ മെല്ലെ ആടി. ഓ ഹൈ. സുധി, ആമേ എന്നാടാ ഈ ചായ കുടിച്ചോ? ചായ ഇന്ന് പാല് കിട്ടിയിട്ടുണ്ട്. അന്ന് കുഴപ്പമില്ല. പഞ്ചാര ആണല്ലേ, അത് മതി. കടിയൊന്നുമില്ല അമ്മേ.
ആ ഒക്കെ പിള്ളേര് തീർത്തടാ. കൊണ്ടച്ചന്നെ ഓർമ്മയുള്ളൂ. സുധി, ആ എന്താ എന്റെ പരിചയത്തിലേ ഈ ട്യൂഷനൊക്കെ എടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ല അതിപ്പോ എവിടേക്കാ ഇവിടേക്കാ അതെന്തിനാ ഓൾക്ക് എല്ലാരും കൂടി നോക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇംഗ്ലീഷ് ഒക്കെ അറിയുന്ന ഒരാളാണെങ്കിലേ ഓൾക്കൊരു ഉപകാരാവില്ലേ? ഓ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇസ് നോ ഇഷ്യൂ ഐ വിൽ ഇവന് നന്നായി ഇംഗ്ലീഷ് ഒക്കെ അറിയാടി. യെസ് യാ അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ക്ലാസ് കഴിഞ്ഞില്ലേ, നീ ഒന്ന് പോയിക്കേ. അപ്പോയ് ഷീ ഈസ് വെരി നിനക്കിത് എന്താടി? ആ കുട്ടി ചായ പോലും കുടിക്കാതെ പോയത്. അത്ര കുടിച്ചാ മതി. പെണ്ണിന്റെ ഒരു വേഷം ചായ കെട്ട്. പോയില്ലേ? ഒരു റൗണ്ട് തിരി ചവിട്ടാൻ. അതിന് എനിക്ക് സൈക്കിൾ ഓട്ടാ അറിയോ? എനിക്ക് സൈക്കിളൊക്കെ ചവിട്ടറിയാം. എന്റെ വീട്ടിലാ, പക്ഷേ എനിക്ക് നടന്നത് ഇഷ്ടം. മമ്മി ചീത്ത ഞാൻ വേഗം കൊണ്ടുവന്നരാ. ഒറ്റ റൗണ്ട് മതി. നിനക്ക് സൈക്കിൾ ഓട്ടാ അറിയാലോ? വേഗം കൊണ്ടുവരണേ. എടി ആർക്കാ സൈക്കിൾ കൊടുത്തിന്? ഓൾക്ക് സൈക്കിളും ചവിട്ടാ അറിയില്ല. സൈക്കിൾ കിട്ടിയാ ഓള് പോണണ്ട. എന്താ എടാ അത് പൊടിപ്പിച്ച വാങ്ങാനുള്ള പൈസ എന്തായാലും പൊടിഞ്ഞു പറഞ്ഞേ. ആ സോറിന്റെ അടുത്ത് എടാ ബാസ് ഇവൻ പോയില്ല ഇതുവരെ. ഈ ഇംഗ്ലീഷ് ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറന്മാരല്ലോ എനക്ക് പരിചയം. ട്യൂഷനോ ഇംഗ്ലീഷോ? ആ എടാ ഈ കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റിയ ആള്. ഓ ട്യൂഷൻ. ആ നിനക്ക് ഏത് വേണം? മാത്സ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഏത് വേണം? പറ. തൽക്കാലം ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ആണ് മതി. പക്ഷെ ആള് കിടിലായിരിക്കും. എടാ ഒരു 1,500 രൂപ കൊടുക്കൂടാ. എടാ ഈ 1,500 രൂപക്ക് ഇപ്പൊ ആര് വരാനാണ്? ശനി ഞാറ് മാത്രം മതി. 4ാം ക്ലാസ്സിലെ കുട്ടികളാ. വല്ല ABCD പറഞ്ഞു കൊടുത്താൽ മതി. ABCD ശനിയും ഞായറും. ഏതാ ട്യൂഷൻ സെന്റർ? എടാ ട്യൂഷൻ സെന്റർ അല്ല, മറ്റേ നമ്മളെ അമൃതയുടെ സെറ്റാക്കൂ. അപ്പൊ സെറ്റാക്കിട്ട് വിളി. എന്താ പോയാടാ അന്ന് പൊത്തി പിടിച്ച ഗ്യാസ് ഒക്കെ പോകുന്നു. എന്തിനായിട്ട് പുള്ളി കരയണ്? നിങ്ങളെ സൈക്കിളില്ലേ വാവുട്ടി കൊണ്ടിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എത്ര നേരായി? ഓളത് കൊണ്ടേണ്ടാവും. ഇതെന്താ മക്കളെ പോവാത്തത്? നിനക്ക് എനിക്ക് പൈസ ഉണ്ടായിരുന്നില്ലേ? ഞാൻ 2 രൂപ വെച്ചപ്പോ തന്നില്ലല്ലോ. നോക്കട്ടെ. പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്ത്? ഈ ലെറ്റർ ഒന്ന് അമൃതേച്ച് കൊടുക്കോ? ഇല്ലേ? ലെറ്റർ എടുത്താ പോരെ? അത്രേ ഉള്ളൂ. വാങ്ങിച്ചോ? വാങ്ങിച്ചടാ. തിരിച്ചല്ല. ചെയിൻ സെറ്റ്. പിന്നെ ആദ്യത്തെ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിലേ 2ാമത്തെ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് അറിയട്ടാ. മഞ്ചട്ടിയില്ലേ? പണിയൊന്നുമില്ല ഇപ്പൊ. സോഡയും കുടിച്ച് നടക്കുവാ. അറിയുന്നു വേണ്ട. ആ സൈക്കിളായിട്ട് ഓനെ എവിടെ പോവാനാ? ആ കുട്ടി വന്ന് എല്ലാരും പോയിക്കോളി. ചെല്ല്. എന്റെ സൈക്കിളിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതുവരെ പോയിട്ടേ ഉള്ളൂ. നീ എവിടെയായിരുന്നു? ഞാൻ ശ്രേയെ കൊണ്ടാക്കാൻ പോയതായിരുന്നു. അന്റെ ഒരു കൊണ്ടാക്കല്. ഇന്നാൾ ക്ലാസ്സിലേക്ക് വേട്ടാ തരാൻ നിനക്ക്. ഇങ്ങോട്ട് പോന്ന പോടാ അവിടുന്ന്. ഷുഗർ ആയി പോയിക്കേ. ചെല്ല്. ഷുഗർ വരുന്നില്ലേ? ഞാൻ വീട്ടിൽ പോവാട്ടാ. അമ്മ കാത്തു. മോള് കരയണ്ടാട്ടാ. അമ്മ ഉണ്ടാക്കി തരാം വീട്ടില്. പോവാ. വടി കൊണ്ട് കിട്ടിയിട്ട് പോരെ. നോക്കിട്ട് മോളെ. എന്തിനാ വെറുതെ കരഞ്ഞത്? ഒരു മണിക്കൂർ അതിനുള്ളിൽ കൊടുന്ന കേട്ടാ. 10 എനിക്കറിയാം ഓളെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഓളൊന്ന് വരട്ടെ, ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല പാവുട്ടി, ഇന്നലെ സൈക്കിളേറ്റ് എവിടെ പോയത്? എന്തൊക്കെ പ്രശ്നം ഉണ്ടായിന്ന് അറിയ ഇവിടെ?
അത് ഞാൻ ഓളെ കൊണ്ടാക്കാൻ പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴേ ആ ബാലിട്ട് നടന്ന് പട്ടി ഒളിപ്പിച്ച്. തിരിച്ചു വരുമ്പോഴാടി. ഏതാ വാലില്ലാത്ത നായേ? അത് എന്നെ ഓടിപ്പിച്ചിട്ടുണ്ട്. എടി അമ്മ പോയിണ്ടെന്ന്. ഏടി ഈ പെണ്ണെ എവിടേക്ക് നോക്കണം. കേറിപ്പോടാ അവിടുന്ന്. പോയേ അതിന്റെ ഇടയിൽ അവരൊരു പിന്നെ വാവുട്ടിയെ അമ്മോട് റേഷൻ കടയിൽ പച്ചരി വന്നിട്ടുണ്ടെന്നൊന്ന് പറയട്ടാ. ഞാൻ പറഞ്ഞോളാം. ട്യൂഷനില്ലേ? ഇല്ലടാ പനിയുടെ പനി. ഔട്ടിന് മേടിച്ചിട്ട് കള്ളപ്പനല്ലേ? അയ്യേ കാര്യം പേടൊന്നുമില്ലോ. ഓ പിന്നെ ട്യൂഷന് പനി. അയ്യേ പേടിത്തൊരു. ചേട്ടാ എന്തൊക്കെ സാറ് ഡി 5 മേടിച്ചേട്ടാ. ബാക്കി എനിക്ക് വീഡിയോ കൊടുക്കാളാ. ചേട്ടാ 2 മതിട്ടാ. അല്ലെങ്കിൽ ഒരു ബൂമർ എടുത്തോ. എന്തൊക്കെ ചേർന്നാ മതി. എന്നാ ബൂമർ വേണ്ട ഏട്ടാ. എന്തൊക്കെ സാർ തന്നെ മതി. വേണ്ട ഉറപ്പിച്ച്. എന്നാ ഏട്ടാ ചില്ലറുള്ളൂ. ഞാനല്ല ഓളോടേക്ക് ഓടിച്ചാടി. ഒന്ന് പറയടാ. ഞാൻ ചേട്ടാ എന്തൊക്കെ ചെറും കൂടി ഒന്നും വേണ്ട ബാക്കി എടാ പൈസ ഇല്ലട്ടാ. ശുക്കൂറ് പോയിട്ടാ. ചേട്ടാ ഇനി 2 ഉറുപ്പില്ലുള്ളൂ. 2 എന്തൊക്കെ ചെറു എടുത്താണ്. എടാ അപ്പോ ഒന്ന് പിടിച്ചോടുക്കടാ. ആ മാലക്കനെ കൊണ്ട് പണിയെടുപ്പിച്ച്. ഓനവിടെ നിന്നോട്ടടാ. ഓ ഒരു പൈതലല്ലേ. ഉറക്കത്തന്നല്ലേ വെട്ടുന്നത്. എടി എനിക്ക് ആ പേരും തരുമോ? ഇതാ ഇതെന്റെ പപ്പ ഗൾഫിൽ നടന്നാ ഭയങ്കര സ്പീഡാ. നോക്കട്ടെ. തരില്ല. ഒരു 10 മിനിറ്റ് ഇല്ല. 5 മിനിറ്റ് ഇല്ല. 2 സെക്കൻഡ് ഇല്ല. ഒറ്റ സെക്കൻഡ് ഇല്ല. വേണം തൊട്ടോ ഇക്കൊന്നും വേണ്ട. എന്റെ വേന വേണ്ട വേന ഏതെങ്കിലും തൊടാക്ക്. എം 1. എടാ എന്റെ ലേസോടെ. ലേസാ നേരത്തെ കഷ്ണം തിന്നില്ലേ? അതാണ് അത് തീർന്നടി. നാളെ ഒരു 5 ഉറുപ്പിക പറഞ്ഞോട്ടാ. അല്ലെങ്കിൽ ഞാൻ ചേച്ചിയോട് നടക്കും. 5 ടൈപ്പൊന്നും എൻ്റെ അടുത്ത് 25-ാം വയസ്സിൽ രാജ്ഞിയെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിൽ സുഖമായി ജയിച്ചിട്ട് 26 വയസ്സിൽ വെക്കും. ഒരു കൊല്ലോ ഇച്ചി പോരാ അവിടുന്ന്. പടച്ചോനെ ഒരു 19 കൊല്ലെങ്കിലും. ഇതൊന്നും തൊട്ടേ. ഒന്ന് പോടി അവിടെ. പ്ലീസ് പ്ലീസ്. പോയെ ചാട. കത്ത് അവിടെ നിൽക്ക്. പിന്നെ കൊടുക്കാം. ഇൻ ദിസ് പേജ് ആൻഡ് വെരി ക്വസ്റ്റ്യൻസ്. ശുക്കൂറേ ചേച്ചി ഇതൊന്നും തൊട്ടേ. ഇൻ ദിസ് പേജ് എന്തത്? ഇത് അപ്പോ അവിടെ കളിക്കാണ്ട് ക്ലാസ് കയറിക്കാ. ക്ലാസ്സിൽ പോയിട്ട് വെറുതെ കഴിഞ്ഞില്ലേ? ചേച്ചി 35-ാം വയസ്സിൽ പിച്ചക്കാരനെ കെട്ടി ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ട് 100-ാം വയസ്സിലെ മരിക്കുള്ളൂ. എന്തൊരു സന്തോഷം. അവിടെ പോയി ഇരുന്നേ. ഞാനെന്ത് പറയാൻ പറ്റുള്ളൂ. എല്ലാരും പുസ്തകം എടുത്തോ? നമുക്കൊന്ന് കുറച്ച് സയൻസ് പഠിച്ചാലോ? സയൻസ് പഠിക്കാം. മഴ എങ്ങനെയാ പെയ്യുന്നേ? പടച്ചോ മൂത്ത് കഴിയുമ്പോ അല്ലടി. അല്ലല്ല ശിവൻ വായ എഴുകുമ്പോ. അല്ലല്ല ഇതാരാ? മേഘം കരയുമ്പോഴാണ്. നിന്റെ കള്ളപ്പനിയൊക്കെ മാറിയാ? ഇല്ലേ ചേ പനിയോട് പനി. മതി അഭിനയിച്ച് കേറിയിരിക്കും. സോറി. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? മഴ. അപ്പൊ മഴ പെയ്ത്. അപ്പൊ ഇടി എങ്ങനെയാ വെട്ടുന്നേ? അത് പഠിച്ചോ കൈയിടുമ്പോ എല്ലേച്ചേ ശിവൻ ഡാൻസ് ചെയ്യുള്ളൂ. അങ്ങനെ നല്ലേങ്ങായി ദൈവങ്ങള് തല്ലിവിടുമ്പോളാ. ഓഹോ. അപ്പൊ എങ്ങനെ വായു ഉണ്ടാവുന്ന ശ്രേയെ? അമൃതേ എന്താ ചേച്ചി? ശുക്കൂറിന്റെ ഉണ്ടല്ലോ. ശുക്രാനെ വിളിക്കണം. എന്താ മായി? ശുക്കൂറെ അന്നൊക്കെ കണ്ടിട്ടല്ലേ ഈ പൈതലിനെ എന്റെ സ്കൂളിൽ ചേർത്ത്. എനിക്ക് ഇടക്കൊക്കെ ഒന്ന് ഓനെ പോയി നോക്കിക്കൂടെ? ഞാൻ പോവാറൊക്കെണ്ടല്ലോ. അല്ല ഇനിയിപ്പോ എന്താണ്ടായി? ഈ പൈതലിനൊന്ന് നോക്കിയാ അമൃതേ. എന്നും കുട്ടികൾ പിടിച്ചടിക്കത്രതിന് തല്ല് കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ട് അതിനതിന്. അപ്പൊ ടീച്ചറോട് പറഞ്ഞില്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. ടീച്ചർമാര് ആരടിച്ച് നിന്നോട് അപ്പൊന്ന് പറയണ്ടേ? ചെക്കന്മാരും ഇടണ്ടേ? ഒക്കെ വില്ലന്മാരും വില്ലത്തികളല്ലേ? അമ്മായി ഇനിയൊക്കെ ഞാൻ തൊടൂല. അയ്യോ ഞാനേറ്റു. നാച്ചോ ഇഞ്ഞെങ്കിലും അടിക്കാച്ചാ തിരിച്ചടിച്ചോ. ബാക്കി നമ്മൾ നോക്കിക്കൊണ്ട്. അല്ലെങ്കിൽ എന്റെ മണ്ട ഞാൻ മേടും. ആരോ വരുന്നുണ്ടല്ലോ. ഞമ്മള് പോട്ടെ. അവനും ട്യൂഷൻ വിട്ടോട്ടോ. സുധി പറഞ്ഞ ഇംഗ്ലീഷിന്റെ സാറല്ലേ? പേരെന്തായിരുന്നു പറഞ്ഞേ? വിമൽ കുമാർ.
ഇതാണ് ട്യൂഷൻ ക്ലാസ്. അമൃതേ, ഇതാ സുധി പറഞ്ഞ ഇംഗ്ലീഷിന്റെ മാഷ് വന്നിട്ടുണ്ട്. മാഷ് കേറി ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. ബ്ലാക്ക് കോഫിയാ? എടി ചേച്ചിനോടൊന്ന് കളിക്കാൻ പറഞ്ഞ ചോയ്ക്ക്. ആ നിക്ക് ഞാൻ ഇതാണ് കുട്ടികളല്ലേ? ചേച്ചി കൊറേ നേരല്ലേ, കുറച്ചേരം ബ്രേക്ക് തരുമോ? ആ പോയിക്കോ. അപ്പൊ കളിക്കണ്ട. ഞാനൊന്നുമില്ല. ഇല്ലെങ്കിൽ വേണ്ട. ശ്രേയം പുറത്തേക്ക് വയ്ക്കാം. വല്ലപ്പോഴൊക്കെ കളിക്കാട്ടോ. ഇതിലേക്ക് താങ്ക് യു. ചാടാൻ പറ്റില്ല. പോയിക്കാ, അന്റെ അക്ക് എടുക്കലാണല്ലോ എന്റെ പണി. ഓന് കക്ക് ഇട്ടാണ്ട് കളിച്ചോ. ഓൻ ഫുള്ള് വില്ലത്തരം. എന്താ വില്ലത്തരം അറിയാനിട്ടാണല്ലോ. ഓനെ കൈ അതെ. എവിടെ പഠിക്കുന്നേ? മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ യൂജി കഴിഞ്ഞതാണ്. പിച്ചിക്ക് ഇവിടെ ഇടയിലൊക്കെ കയറണം. എല്ലാരും കൂടി മോക്ക് നോക്കാൻ പറ്റുന്നില്ല, അതാണ്. ഓ ഡോണ്ട് വറി, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കല്ലേ. ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? യു മീൻ വവൽസ്, ഗ്രാമർ, എക്സെട്ര എക്സെട്ര. ചെറിയ കുട്ടികളല്ലേ, ഒരാള് 100 രൂപയ്ക്ക് വെച്ചത്. എന്താ പെണ്ണുങ്ങളെ, പണിയൊക്കെ കഴിഞ്ഞ എന്താ കുത്തിരിക്കുന്നത്? എന്താ അവിടെ പുതിയ സാറ് വന്നിട്ടുണ്ട് അവിടെ. ആ പുതിയ സാറാ? പുതിയ ഇംഗ്ലീഷ് സാറാ. പിന്നെ കൊടുക്കാടോ. എന്താണ് ക്ലാസ് കയറിക്കേ തമാശ കളിക്കാണ്ട്? എന്ത് ബഹളം അവിടെ? എങ്ങനെ അവിടെ ഇരിക്കണേ? ചേച്ചി, ആ മക്കള് കളിക്കാണ്, കുട്ടികളല്ലേ. എന്താണ് നിങ്ങൾ ഇങ്ങനെ? കുട്ടികള് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് സാറ് വന്നിട്ടുണ്ട്. അവിടെ പുതിയ മാഷൊക്കെ വന്നിട്ടുണ്ടേ. ഇംഗ്ലീഷിന്റെ മാഷാ. ABCD ഒക്കെ അറിയോ? ബേസിക് തൊട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാണ്. ബബ്ലു ചൊല്ലു, കേൾക്കട്ടെ. വെരി ഗുഡ്. ഇങ്ങോട്ട് നോക്കി എല്ലാരും. ആ അപ്പൊ ഭൂമി ഒരു അച്ചുതണ്ടിന്റെ മുകളില് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ കറങ്ങാൻ എത്ര സമയം എടുക്കുന്നറിയോ? 24 മണിക്കൂർ എടുക്കും. അപ്പൊ നമ്മൾ എന്താ കറങ്ങാൻ തേച്ചേ? ഭൂമി ഇങ്ങനെ പരന്നല്ലേ കിടക്കണേ, അതുകൊണ്ട് നമുക്ക് കറങ്ങണ പോലെ തോന്നാത്ത. പക്ഷെ ഞങ്ങൾ ടീച്ചർ കണ്ടിട്ടല്ലോ ഭൂമി ഉരുണ്ടിട്ടാണ്. ടീച്ചർക്ക് എത്തിയൊക്കെടി നമുക്ക് നമ്മളെ വിശ്വാസം. ഓ ഞാൻ പറയുന്നത് കേക്കും നിങ്ങള്. ആ ചേച്ചി പറയും. കുറച്ച് വെള്ളം തന്നെ. ഇത് വെള്ളല്ലേ, ഇത് എനർജി ഡ്രിങ്കാ. ആണേ, എന്നാലേ എനർജി മാഷിമാർക്കാൻ വേണ്ടി. മനസ്സിലായോ? ബൂസ്റ്റഡ് വാവൽസ്. വാവൽസ് അല്ല, വവൽസ്. യാ. അല്ലേ ചേച്ചി, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അപ്പൊ നമ്മളിവിടെ അല്ലേ നമ്മളിങ്ങോട്ട് പൊന്തി നിന്നാല് ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോ നമുക്ക് ബ്രസീലിൽ പോയി ഇറങ്ങിയാ മതിയല്ലോ അല്ലേ? ശരിയാട്ടാ, പിള്ളേര് ഉഷാറാട്ടാ. ഇപ്പൊ എന്തിനാ ബ്രസീൽ പോണേ? അതെ, ഞാൻ ഇങ്ങനത്തെ സംശയമൊക്കെ ഈ സ്കൂളിൽ പോയി ചോദിച്ചാൽ മതിട്ടാ. ഒന്നും ചേച്ചിക്ക് അറിയണ്ടാവില്ല. ദേവിയെ, ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ചേച്ചി ക്ലാസ് എടുത്തോ. അല്ലേ ചേച്ചി, ഈ വായു എങ്ങനെ ഉണ്ടാവണം? വായു ഈ മരങ്ങള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടും. അങ്ങനെ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ സർ. വിമൽ കുമാർ. ഓ വിമൽ കുമാർ. Oh, Sudhi, where are you, man? I am here. Where? How's going tuition class? Oh, nice, man. Very good. അമ്മ വേർ? അകത്തുണ്ട്. ഓക്കെ. എന്തെങ്കിലും ജോബ്സ് കാണുന്ന? അപ്പൊ ഞാൻ പുറകെ കാണുന്ന. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. Bro, 1 second. വാടാ ഇങ്ങോട്ട്. I'm coming. പട്ടിപ്പണിയല്ലടാ, പ്രകാശ സംശ്ലേഷണം. Just a second. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ എവിടെയാ? വായു. ചേച്ചി ഇതുവരെ വിട്ടില്ലേ?
അപ്ഡേറ്റ് ഞങ്ങൾ പുതിയ ട്യൂഷൻ ക്ലാസ് പൂട്ടാം. നമുക്ക് ഇത്രയൊക്കെ പോരെ? ഇംഗ്ലീഷ് ഇംഗ്ലീഷാ? എന്താ വരവ്? എടാ തേങ്ങ ചെറിയ പിള്ളേരാണ് ABCD എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഇംഗ്ലീഷാണത്? അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ലടാ. അന്നെ കൊണ്ട് മേടിക്കാൻ പറ്റുമല്ലോ, പിന്നെന്താ? ഇജേ എൻ്റെ അനിയൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടാവാ. എന്നാലേ ആ മറ്റേ കുട്ടീനെ കണ്ടിച്ച് ഓളെടുത്ത് ഇപ്പം ഇംഗ്ലീഷ് ഞാൻ പഠിക്കേണ്ട അവസ്ഥ. എന്റെ വിമൽകുമാർ ഇജ്ജ് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. ഞാനേ പുറയിൽ എന്തെങ്കിലും പണിയുണ്ടെന്ന് നോക്കട്ടെ. നല്ല തേങ്ങ ചെന്ന് കേറിക്കോട്. വന്നു പോയല്ലോ ഇവിടെ ചൊനഞ്ഞ് എന്താ ചെയ്യാ? മോനെ സുധി നോക്കിയിട്ട് ചെയ്യട്ടാ. ആ കുഴപ്പമില്ലമ്മേ, നമ്മളത്ര ചക്കേട്ടതാ. ഇംഗ്ലീഷ് കാണാൻ നിൽക്കട്ടെ. പോയിട്ട് നിങ്ങളെല്ലാരും ചേച്ചി ഇതാ അയാള് തരാൻ പറഞ്ഞ ലെറ്ററാ. കൊടുത്തോ? ചേട്ടാ മുറ്റത്തെ അരിമുല്ലപ്പൂവേ, അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. ആവില്ല പൊന്നെ നിന്നെ മറക്കാൻ. കടലുപോലെ പരന്നു കിടക്കുന്ന എൻ്റെ സ്നേഹം നീ അറിയാതെ പോകരുതേ. നിന്റെ കണ്ണിലെ കടലാഴങ്ങളിൽ എനിക്ക് മുങ്ങി മരിക്കണം എന്ന് നിന്റെ സ്വന്തം അനീഷ്. കംപ്ലീറ്റ് ഗ്രാമർ മിസ്റ്റേക്കാ. ഫസ്റ്റത്തെ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു. എന്തേ പൊക്കൂടെ? പാടാ മോനെ, നമുക്ക് പോയി ചക്കട. അവളെന്താ കാട്ടി. തന്നെ ഇങ്ങോട്ട്. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, പൊക്കെല്ലാം കൂടെ. നല്ല ദേഷ്യം തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടല്ല ഞാൻ അതൊക്കെ ചെയ്തില്ലേ. വഴി കിട്ടുന്ന സാധനം ഇങ്ങോട്ട് വണ്ടി എല്ലാരും ആളവിടെ കണ്ട് മൈൻഡ് ചെയ്യണ്ടോ. നീ എന്തിനാ അങ്ങനെ കൊടുത്ത്? മെല്ലെ അറിയാണ്ട് കൊടുക്കണ്ടേ? എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞേ? ഇത് തരാൻ പറഞ്ഞു. ഓളെന്താ തന്നെ ഒഴിവാക്കി? ഓളെന്നും രാത്രിയാണ് ഫോൺ വിളിക്കടാ, പക്ഷെ ഞാൻ എടുക്കാറില്ല. അനക്ക് ഫോർത്തൂറാ? ഉറങ്ങണ്ട കേട്ടോ, നമുക്ക് കുറേ നേരം സംസാരിക്കാം. ഓ അതിനെന്താ? ആരാടാ ഫോണില്? ഹലോ, മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. രാവിലെ തുടങ്ങിയത് തോണ്ടി കളിക്കാന്. രാത്രി എടുത്ത് കഴിഞ്ഞില്ലേ? ഹലോ. അമ്മേ വിളിക്കാം. ഒരു മണിക്കൂറായി കേറിയിട്ട്. ആ പാത്രം എടുത്ത് പുറത്ത് കിടന്നേ. ഹലോ. ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ ടൈം തന്നാ പറയാമല്ലോ. ഹലോ ഹലോ. ആരാടാ പുറത്ത് പറഞ്ഞത്? കുറെ നേരം തുടങ്ങിയിട്ട്. ധൈര്യം കൂടി കയറി വേടാ. എന്നിട്ട് ഇവിടെ വന്ന് സംസാരിക്കും. കള്ള. എടാ സുജിയെ, ഇവിടെ വാടാ. പുറത്തത് കള്ളം വന്നിരിക്കുന്നത്. എടാ സുജിയെ, വേഗം വാടാ. ഇവിടെ വാ. ഇവിടെ ചെക്കൻ എവിടെ പോയി കിടക്കണാവോ? അങ്ങനെ ഓൾക്കും അടുത്ത് ബ്രേക്കപ്പായി. ഓ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ലടാ. ഓൾക്കൊക്കെ വിവരം വെച്ച്. അതിനില്ലടാ ഞാൻ ഓളുടെ അമ്മേനെ സോപ്പിട്ട് വെച്ചേക്കുന്നത്. ഇനി ഓൾ ഓക്കെ പറഞ്ഞാ ഞാൻ അപ്പ കിട്ടും. പക്ഷേ ഇജ്ജ് എന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സഹായിക്കണം. ആ ഇപ്പൊ കിട്ടിയ പണ്ടാറടങ്ങാനായിട്ട് മീനും കിട്ടില്ല. നിക്കണ ഞാനുണ്ടാ വേണമെങ്കിൽ പോരെടുക്കും. അല്ലെങ്കിൽ ഈ വെള്ളം ഇല്ലാത്തടത്ത് എന്തോ മീൻ കിട്ടാനാടാ എന്നെ കൂട്ടിക്കൊണ്ടിരിക്കും.
രാവിലെ വരാൻ പറഞ്ഞിട്ട് ഇവിടെ ആരെയും സുന്ദരിയായി വന്ന്. ഇനി പിള്ളേര് പഠിക്കുമ്പോ ഈ വഴിക്കാൻ ശല്യം ചെയ്ത് നടന്നാ ആ ബിന്ദുവിനെ പോലല്ലേ ഈ ബാക്കി ഞാൻ നോക്കി കൊടുത്തോളാം. പോയേ. അയാളുടെ ഷർട്ടിന്റെ നിറം എന്താണെന്ന് പറയാമോ? What is this? My tab. My papa ഗൾഫിൽ നിന്നാണല്ലോ. ടാബ്. മെല്ലെ കുത്തടി. മതി മതി മതി. ഇനി വേറെ കളിക്കാം. ചേച്ചി ഇതെങ്ങനെ നിനക്ക് ആ രണ്ട് സൈഡും കൂടെ വെട്ടിക്കൂടായിരുന്നോ? ഇതൊക്കെ തന്നെ പെമ്പിള്ളേർക്ക് കുടിക്കുള്ളൂ. ചേച്ചിക്ക് ഇപ്പത്തെ ട്രെൻഡ് പറയാമോ? പറയും. ചാണകപ്പച്ച ചാണകം പച്ച പൂർവാണിയൊന്നുമില്ലേ? കുത്താന്ന് വരുമ്പോ കയ്യും കുത്ത് കരിയും കുത്ത് ചീപ്പ് വെള്ളം വാവുട്ടിയേ വാവുട്ടി എന്താ പറ്റിയേ? ചേച്ചി ഞാൻ അവൾക്ക് കുറച്ചു ദിവസം മുന്നേ ഒരു മൈപ്പീലി കൊടുത്തു. അതും ഞാൻ ആകാശം കാണിക്കാത്തൊരു മൈപ്പീലി. അതിക്കിപ്പോൾ തരുന്നില്ലേ? അതെന്താ കൊടുക്കാത്ത? ചേച്ചി കൊറേ കാലം മുന്നേരുന്നു. എപ്പ തന്നാലെന്താ? അതാണ് ഞാൻ പെരുകാൻ വേണ്ടി തന്നതാണോ? ഞാൻ അപ്പൂന്റെ അടുത്ത കൊടുത്ത്. എപ്പോ തന്നേ? മാക്സിന്റെ ഇടയിൽ വെച്ചെന്ന്. അതൊക്കെ എപ്പോഴോ കളഞ്ഞു. എന്റെ മൈപ്പീലി വേണം. എനിക്കൊന്ന് മേടിച്ചരാടി. എനിക്ക് ആകാശം കാണിക്കാത്ത മൈപ്പീലി. നമ്മ കളിക്കാം. എടി എനിക്ക് ആകാശം കാണത്ത മൈപ്പിൽ മേടിച്ചാ പോലെ. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ചേച്ചി ഈ ഒന്ന് ഫീസ് അടയ്ക്കാണ്ട് മുങ്ങിയതല്ലേ? ഇപ്പഴാ പൊങ്ങുന്നേ? പനിയായിരുന്നു ചേച്ചിയെ. ഇതെന്താ ഇത്? ഡെങ്കിപ്പനി ആണെങ്കിലും ഫീസ് അടച്ചുവിടാൻ ചേച്ചി. ഞങ്ങൾക്ക് ലെജൻസ് ടീമുമായിട്ട് മാച്ച് ഉണ്ട്. ഷുക്കൂറിന് വിടണം. ഷുക്കൂറേ എന്താ ഇതൊക്കെ? ഷുക്കൂറിന് വിടാനൊന്നും പറ്റൂല. എന്താ രേഖാമൂലം ലെറ്റർ ഒക്കെ പിന്നെന്താ പ്രശ്നോ? ഷുക്കൂറേ അനക്ക് പോണാ? ആ പോണെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് വരാൻ പറയട്ടാ. എന്താ ശുക്കൂറിന്റെ വീട്ടിലെ പാവട്ടാ. ഇനി കൊറേ നേരം ഇവിടെ നിന്നാലേ അനെ പിടിച്ച് ഞാൻ ക്ലാസ്സിലെടുത്തു പോയിക്കേ. പിള്ളേർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കട്ടെ ചേച്ചിയെ. അതെ അതെ ആദ്യം ഈ ഫീസ് അടക്കി. അനക്ക് ബോറടിക്കണ്ട. എന്നാലേ ഇജ്ജ് പുറത്തേക്ക് ഇറങ്ങിട്ട് ഓട്ടുമയ്ക്ക് ഒരു കല്ലെടുത്തിട്ട് പറഞ്ഞിരിക്കും. അപ്പന്റെ ബോറടിയാണ്. ഇവിടെ നിന്നിക്കലും കൈ വെക്കി. നീ എപ്പോ വരും? ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? When will you come? ആയിക്കോട്ടെ ഏ? ആയിക്കോട്ടെ. അമ്മേ ഞാൻ ആലോചിച്ച് നോക്കി. ഈ പ്രായത്തിൽ നിങ്ങൾ ട്യൂഷൻ ഇരുന്നുണ്ടാത്. ഈ പ്രായത്തിലൊക്കെ കളിച്ചടക്കണ്ടേ പ്രായം. അതുകൊണ്ട് അവിടെ സച്ചിനും ബ്രിട്ടീഷും ഒന്നും ഉണ്ടാവത്ത്. ഇജ്ജ് അങ്ങനെ വലിയ വർത്താനൊന്നും പറയല്ലേ. അമ്മ എന്താ അമ്മേ അമ്മ പറഞ്ഞ ചേച്ചി കേക്കൂ. ഇനി ഓനെ വിട്ടുന്ന് പറഞ്ഞിട്ട് ഓന്റെ ഉമ്മ പ്രശ്നം ഉണ്ടാക്കാൻ. അതൊന്നും ഉണ്ടാവൂല അമ്മേ. ഞാൻ വേണമെങ്കിൽ അടുത്ത മാസം മുതൽ ട്യൂഷനും വരാം. ഉറപ്പാണോ? സത്യനാവണ്ടേ? ആകെ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങളൊന്ന് വിടി. ചേച്ചി ഇത് എന്താണിത്? What candles may be held to speed them out, not in the hands of boys, but in their eyes. Shall shine the holy glimmers of good spice. Yet the pallor of girls brown shall be their pot. Their flowers then ശുക്കൂർ വെക്കോ. അമ്മയ്ക്ക് ഇതെന്താ? ഷുക്കൂർ അവിടെ ഇരുന്നേ. ഈ പോകുന്നു വേണ്ട. ഓൻ പോയിക്കോട്ടെ. ഈ പ്രായത്തിൽ ഈ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നാ? ഇല്ലല്ലോ. അമ്മയ്ക്ക് ഓർമ്മയില്ല കേട്ടാ. എന്നെ ബിന്ദു ചേച്ചിന്റെ അടുത്ത് വിട്ടിരുന്നല്ലോ. അതൊക്കെ പണ്ടല്ലേ. മോൻ പോയിക്കോ. പിള്ളേര് വല്ല പി ടി സച്ചിനൊക്കെ ആവട്ടെ. അയ്യോ അങ്ങനെയായി. നിങ്ങൾക്ക് വല്ല APJ അബ്ദുൽ കലാമോ കളക്ടറൊക്കെ ആയ പോരെ? പിള്ളേരൊക്കെ പോയി കളിച്ചേ ചെല്ല്. അമ്മ ഞാൻ അവിടെ ബാറ്റും പോളക്കല്ലേ. ഞാൻ മേലെഴുതി എല്ലാരും കളി കഴിഞ്ഞ് വന്നേക്കണം കേട്ടല്ലോ.
നെക്സ്റ്റ്. നെക്സ്റ്റ്. എങ്ങനെയുണ്ട് കുൽസു? ആ കുഴപ്പമില്ലടി. റെഡി. എങ്ങനെ ഉണ്ടായിരുന്നു? ചാടുമ്പോ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വേഗം ഓർത്തു. ഒന്നുമില്ല. ആ മനസ്സിലായി. എന്തൊക്കെ ചെയ്യാത്ത കുറേ ഇപ്പൊ ക്ലാസ്സിലായോ കളി? ആ നീ എത്തിയോ? ഇതാ ഫോം. നെക്സ്റ്റ്. ആ ഇത് ഞാൻ മറന്നായിരുന്നു കേട്ടോ. ഇനി ഒരു minute. ദേവി ആ പെണ്ണ് തന്നെ. ചേച്ചി മാഷി തീർക്കല്ലേ? മെല്ലെ ഞാൻ പറഞ്ഞില്ല അവര് കൊടുത്തത്. ഞാൻ ഒരെണ്ണം കൊടുത്ത്, അപ്പൊ അത് വെയിറ്റ് ചെയ്ത് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമേ ഫോം കൊടുക്കാത്തുള്ളൂ. ആ അതെ, ദൃശ്യൊക്കെ ഓൾറെഡി കൊടുത്ത്. ആണോ? ആർക്കെങ്കിലും കിട്ടിയോ? ആ അഞ്ജലിക്ക് കിട്ടിയിരിക്കണോ? അതറിഞ്ഞില്ലേ? ഇല്ല. കിട്ടിയല്ലേ? ആ നോക്കിയിട്ട് കാര്യമില്ല. എടാ സുധി, ABCDയും കഴിഞ്ഞു, വാവൽസും കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്തോണ്ടോ. എന്താണ് എന്റെ കള്ളപ്പുറക്കൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ വേറെ ആൾക്ക് കളിക്കാനുള്ളതാണ്. എടാ ഞാൻ കളിച്ചിട്ടില്ല. ഈ ടാബിന്റെ കുഴപ്പമാണ്. ഇതിനൊരു കുഴപ്പമില്ല. എന്താണ് പോയെ 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 കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമുണ്ട്. ചേച്ചി ഇതൊക്കെ മോശാട്ടാ. ഞാൻ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. ഈ മാസം ഫീസ് ഞാൻ തരില്ല. എന്താടി? മാറിക്കടാ അവിടുന്ന്. പിള്ളേരൊക്കെ നിന്നെപ്പോൾ തന്നെയാണ്. നീ എന്നോട് ഇന്ന ഫോം നീ മറക്കാണ്ട് നാളെ തന്നെ കൊടുത്തേക്കണേ. കൊടുക്കാൻ ഞാൻ വിളിക്കണ്ട്. ആ പാവട്ടി, ദേവിക്ക് എന്താ പറ്റി? അതൊന്നുമില്ല ചേച്ചി, അവൾക്കൊരു അരപിരി ലൂസാ. പിന്നെ? അതാ. ഇവിടെ എന്തായി? കള്ളക്കളി കളിക്കാൻ സമർപ്പിക്കല്ലേ? എന്താ ദേവിയെ? ഞാനൊന്നും കാട്ടില്ല. ദേവി അതെ ചേച്ചി, ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ കണ്ടു ഇങ്ങനെ ആയതാ. എങ്ങനായത്? ഇങ്ങനെ. അതെ. ഓളിന്നോക്കിട്ട് ഇങ്ങനെ എന്നെ കാട്ടി. കുൽസു ഇതൊന്നും പോയിട്ട് ലക്ഷ്മിയോട് പറയരുത്. ഓളിന്നേട്ട് തെറ്റും. ഞാൻ പറയും. സ്ഥിരം പരിപാടി. നിർത്തടാ. അടുത്ത ആഴ്ച എക്സാം ആണ്. പോയി പഠിച്ച എല്ലാരും. ആ ചേച്ചി ഇപ്പൊ എടുത്തിട്ടേ അപ്പോഴേക്ക് എക്സാമാ. എക്സാം ആണ്. പോയ നീ. ചേച്ചി വാടിച്ചേ, നമുക്ക് നന്നായി പഠിക്കാൻ തുടങ്ങാം. ഇടെന്താടി? അപ്പൊക്കെ ബോർഡ് കൊടുത്ത് ഞാൻ പേടിച്ചതായിരുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ കണ്ട തറ വെച്ചിട്ട് എഴുതണേ. എന്നാലും ഞാൻ പേടിച്ചതല്ലേ. ബോർഡ് കൊണ്ടെന്ന് വെച്ചാൽ എന്ത് എഴുതാനാണ്? കാണിച്ചരാട്ടാ, കാണിച്ചരാ. പഠിച്ചോണ്ടിരിക്കണേ. അപ്പോ ആ ബോർഡം തരൂ. ഇതിന്റെ ഓടാണ്. എന്താടോ തിരിച്ചുവരാടോ? ബോർഡായിട്ടുള്ള കളിയൊന്നും വേണ്ട. നമ്മളെടുത്തുണ്ടിട്ട ബോർഡ് ചേട്ടൻ കൊണ്ടുപോയാ മജ കൂടുന്നോ? ഇത് ഞാൻ തരില്ല. എന്തേ? ഒന്നുമില്ല. അപ്പോ വിറ്റ് 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 എനിക്കറിയില്ല. ഡാ എനിക്കറിയില്ലേ? എഴുതിക്കേ. രണ്ടാളും നീങ്ങിയിരുന്നേ. നീങ്ങിയിരിക്കേ. ചേച്ചി കുൽസം നീങ്ങിയിരിക്കേ. എന്താണക്കൊരു മടി? നിങ്ങൾക്ക് അറിയണ എഴുതിയാ മതി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കോപ്പി അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. എക്സാം വരുന്നില്ല ചേച്ചിയെ. ഞാനേ മറന്നുകൂട്ടാ. ആ ഈ ബുക്കൊക്കെ എടുത്ത് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന. ചേച്ചിക്ക് അതിന് മുന്നേ ഒരു 5 മിനിറ്റ് അനുവദിച്ചു തരണം. ഒരു സാധനം കൊടുക്കാനാ. പറ്റുമോ പറ്റില്ലേ? എന്താ കാട്ടിക്ക? ഓക്കേ. എനിക്ക് ഇഷ്ടമല്ലല്ലോ.
ഒരറ്റ കുളിച്ചോ ചെറുതരിക്കട്ടാ പോയിരിക്കോ. എല്ലാരും കഴിച്ചു കഴിഞ്ഞാ എക്സാം എഴുതി കേട്ടാ. എന്റെ ഷുഗറെ നോട്ട് എടുത്തോ, ടെക്സ്റ്റ് എടുക്കണ്ട. അല്ലേ അത് ഇപ്പം അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഏത് എക്സാം നടക്കണേ? സയൻസ്. ഇന്ന് ഇംഗ്ലീഷ് എടുക്കാം. അതെ, നിങ്ങൾ ആരും ഓൻ്റെ കണ്ട് പഠിക്കണ്ട കേട്ടോ. ഓനായി ഓൻ്റെ പാടായി. ഓനെ നോക്കിയിരിക്കാണ്ട് വേഗം എഴുതിക്കോ, സമയം കഴിയാനായിട്ടാ. അമ്മ അമ്മ ഒന്നിങ്ങോട്ട് വരും, ഞാൻ ബാത്റൂം പോയിട്ട് വരാം. ഞാൻ ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് വരാം. അമ്മ ഒന്നിങ്ങോട്ട് വാ, പിന്നെ ചെയ്യാ. ഇതൊന്ന് കഴിഞ്ഞിട്ട് പോരെ. ഒന്നും പറ്റില്ല, ഇങ്ങോട്ട് വാ. എനിക്ക് വയ്യ, അത് കഴിയട്ടെ. ഈ പെണ്ണ് ഒരു വായോ. എടുക്കാൻ സമ്മതിക്കില്ല. കയ്യിലാകെ വെള്ളമായിട്ട്. ബബില് പഠിക്കണില്ലേ? ആ തടി തടി എന്താ പഠിക്കണില്ലേ? ഓള് പോയിച്ചിട്ട് ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട. ഓളെക്കാളും സ്ട്രിക്റ്റാ ഞാൻ. ചേച്ചി പോയി വേണ്ട തിണ്ടല്ലോ ദേവുൻ്റെ ആണേ. അമ്മേ അങ്ങോട്ട് നോക്കി, നോക്കി നോക്കി. അമ്മേ നോക്കിന്നോ, അമ്മേ അങ്ങോട്ട് നോക്കി. മതി മതി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്. മോളെ എഴുതിക്കേ. എന്താടാ ഡീ ഈ മക്കളെ കൊണ്ട് എന്താടി ഞാനൊന്നും പിടിച്ചില്ല. ഇതാ മക്കളെ വേഗം വാടാ, അതാ വിമാനം പോണ്. തെങ്ങിട്ട് ഭാഗത്തായിട്ട് കണ്ട അതന്നെടി വമ്പ സ്പീഡിലാ റോക്കറ്റിന്. അല്ലടാ അതിലിന്റെ വാപ്പ ഉണ്ടാവൂലേ? എന്തിന്റെ വാപ്പ ഗൾഫിലല്ലേ? ഭയങ്കര സ്പീഡിലേ, സ്പീഡാ പോണ്. എന്താ നോക്കണേ? ദാ വിമാനം എവിടെ? ദാ എന്താടാ പുറത്തു പണി? ചേച്ചി വേണമെങ്കിൽ നോക്ക്, ബമ്പർ റോക്കറ്റ് ആണ് ഇത്. ഇവിടുന്ന് ലൈവ് ആണ് നോക്ക്. അന്റെ റോക്കറ്റ് കയറി വരുന്നുണ്ട് എല്ലാരും കൂടെ. എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടിക്കോട്ടോ. അമ്മയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം കയറടാ. പേപ്പറൊക്കെ ഇക്കുവാണല്ലോടോ. ദാ അതി കൂടെ നോക്ക്. ആ തെങ്ങിന്റെ അപ്പുറത്ത് കാണില്ലടോ. അജി നോക്കണ്ട, ഞാൻ പോണു. മനുഷ്യനിവിടെ പെരുത്ത് പണിയുണ്ടോ? വിമാനം കാണിച്ചു കൊടുക്കാണ്ടാണ്. ആടി കണ്ട് ഇതാ അതടി പോണ്. ചേച്ചി ഒരു സംശയം ചോദിക്കട്ടെ? എന്താണ് ചോദിക്കേ? ഇപ്പൊ പോയ റോക്കറ്റ് പൊട്ടി വിചാരിച്ചോ, അപ്പൊ എവിടുക്ക വിടുക? കടലിലേക്കല്ലേ? അല്ലടാ, എന്റെ നെഞ്ചത്തേക്ക്. ഒരു സംശയം. ഞാൻ പറഞ്ഞില്ലേ. അല്ലടി എന്താണെന്നറിയോ, നമ്മളിവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് നമ്മുടെ മേലക്കൂടെ പോകണായിട്ടല്ലേ തോന്നാ. ശരിക്കും കടലിന്റെ മേലക്കൂടെ പോകണം. അതൊക്കെ അറിയാം. ചേച്ചി ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ വിമാനത്തിന്റെ ചർച്ച കഴിഞ്ഞില്ല? കഴിഞ്ഞ ചേച്ചിയെ അതെ, ഇതൊരു എക്സാം ആണ് കേട്ടോ. എന്തിനാ ചേച്ചി ഇതൊക്കെ നടത്തണേ? അതെ, ഇത് നിങ്ങൾ നല്ലോണം മര്യാദയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ ലെവലൊക്കെ മനസ്സിലാക്കി എനിക്ക് നല്ലോണം ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് എഴുതിയാൽ മതി. എന്റെ ലെവലൊക്കെ ചേച്ചിക്ക് അറിയാം, ഇന്ത്യ അറിയാം. ശ്രേയ എഴുതണില്ലേ? നോക്കട്ടെ. കിട്ടി. ചേച്ചിയെ മൈൻഡ് ഔട്ടായി. ഒരു 10 മിനിറ്റ് ഞാൻ പോരാ. എന്താ ശരിയല്ല, ഒന്നും ശരിയല്ല. വെരി ബാഡ്. സുപ്ര കാക്ക പോരാട്ടാ. ഡി അമൃതേ, ആ സൂപ്പറിനെ നിങ്ങോട്ട് പറഞ്ഞേച്ചേ. റേഷൻ കടയ്ക്ക് പറഞ്ഞേക്കാണ്ടോനെ. ഇവിടെ എക്സാം എടുക്കാൻ ചേച്ചിയെ. എക്സാം ഒക്കെ പിന്നെ എഴുതാം. ആ റേഷൻ കട അടക്കിപ്പോ. എക്സാം എഴുതാണ്ട് ഇവിടെ ആരെയും വിടുവൊന്നുമില്ല. നാളെ അടുപ്പിൽ വെക്കാനുള്ള അരിമിണ്ടാക്കൊന്നുമില്ല മനുഷ്യ ഇവിടെ ഇരിക്കുന്നത്. ജോനോട് പറഞ്ഞേച്ചാ ഒരു രക്ഷയില്ല. സുപ്രയ്യ എഴുതിക്കോ. കാട്ടണ സമയം ഇപ്പൊ പോവല്ലോ. എടി ജോനങ്ങ് വിട്ടേക്ക്. എന്താണ്ടി നോക്കുന്നത്? വിടറിയോണേ. സുപ്ര ഇപ്പൊ വിട്ടോ. രക്ഷപ്പെട്ടു. സുപ്ര എന്തേ? നാളെ നിന്നെ കൊണ്ട് ഞാൻ ഫുൾ എഴുതിക്കും. നല്ലോണം പഠിച്ചിട്ട് വരും. എഴുതേച്ചേ ഇതൊരു അരച്ചാണ് വരേണ്ട പ്രശ്നമാണ്. ജീവിച്ചു വെക്കോട്ടെ. സെക്കൻഡ് ഒരാൾ പേപ്പർ വെക്കാൻ കാത്തുക്കായിരുന്നു. നിങ്ങള് എഴുതിയിട്ടൊക്കെ വെക്കിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. അമ്മക്ക് കുറച്ചുകൂടി നേരത്തെ വരാൻ. ഈ മര്യാദയ്ക്കൊന്ന് വേഗം ചെന്നങ്ങട്. അങ്ങോട്ട് വേഗം ഒന്ന് പോടോ. കഴിഞ്ഞല്ലോ എല്ലാവരുടെ അല്ലേ? അപ്പൊ നമുക്കേ അടുത്താഴ്ച ടൂർ പോയാലോ? എവിടേക്കാ പോണ്ടേ?
അമേരിക്ക പോയാലോ? പച്ചോല കീറിലൂടെ മുത്താരം കുന്നുകേറി വെട്ടം തെളിച്ചു വരുന്നവനാരാട സൂര്യൻ സൂര്യൻ വെട്ടം തെളിഞ്ഞോര മാനത്തെ നോക്കിയിട്ടു കാറ്റിന്റെ തേരിൽ തലയാട്ടി നിൽക്കുന്നതാരോ ആരോ ചെമ്മാനം ചോന്നു തുടിച്ചേ കിളിയെല്ലാം പാറി നടന്നേ കളിവെള്ളം കായലടുത്തേ ദിത്തിത്താരോ ദിത്തിത്തേ ചെമ്മാനം ചോന്നു തുടിച്ചേ കിളിയെല്ലാം പാറി നടന്നേ കളിവെള്ളം കായലടുത്തേ ദിത്തിത്താരോ ദിത്തിത്തേ ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ കായലാകെ വഞ്ചി വന്നേ കായലാകെ വഞ്ചി വന്നേ കായലോരം കാത്തുനിന്നേ കാറ്റു വന്നേ പാട്ടുമൂളാൻ നേരമായേ കൂട്ടുകൂടാൻ കാറ്റു വന്നേ പാട്ടുമൂളാൻ നേരമായേ കൂട്ടുകൂടാൻ സന്ധ്യയ്ക്ക് ചന്തം ചാലിച്ചിടുന്നേ പൊൻസൂര്യൻ അന്തി മയങ്ങിടുന്നേ അമ്പിളി മാനത്തു വന്നുദിച്ചേ മാനത്തു വെട്ടം പറന്നിടുന്നേ സന്ധ്യയ്ക്ക് ചന്തം ചാലിച്ചിടുന്നേ പൊൻസൂര്യൻ അന്തി മയങ്ങിടുന്നേ അമ്പിളി മാനത്തു വന്നുദിച്ചേ മാനത്തു വെട്ടം പറന്നിടുന്നേ ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ നമുക്ക് ഇവരെ പങ്കാളിക്കണം. നമുക്ക് ബബിളിന്റെ ടാബ് എടാ എനിക്ക് യൂണിഫോം ഒന്ന് മാറ്റിക്കൂടെ? ഏത് നേരം നോക്കിയാലും സ്കൂളിൽ പോണു പഠിക്കാന്. ഞാനേ കളിക്കാനാ പോണേ. ടാബ് ഒന്ന് തരുമോ ഞങ്ങക്ക്? വായോ. യെസ് ടൈപ്പ് പിടിക്കടി. കുളിച്ചോ? ഞാനാണ് ഫസ്റ്റ് കളിക്കണേ. ഞാനല്ലേ ചോദിച്ചേ? ആയിക്കോട്ടെ, ഈ എന്നെ കളിച്ചോ. ബാക്കിയുണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? ടാബ് കാണാനല്ലോ. ഇന്നലെ എടുത്തിരുന്നല്ലോ. നിങ്ങളായിട്ടൊരു ടാബ് ഉണ്ടോ? ഞങ്ങളുണ്ടില്ല. നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചോക്ക്. നിങ്ങൾ ആരെങ്കിലും ബബ്ലുവിന്റെ ടാബ് കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. എടില്ലത്ര. ഓ പോയാ? എടിയോ പോയടി. ഇങ്ങനെ ചിരിക്കണ എന്ത് സ്വഭാവടി? എന്താടി അവിടെ കുട്ടികളൊക്കെ ഒരു സുഖമില്ലാണ്ട് നിക്കണത്? ആ ഇംഗ്ലീഷ് മീഡിയം കൊച്ചല്ലേ, ആ കുട്ടിയുടെ ടാബ് കാണാനില്ല. എന്താണത്? എപ്പോഴാ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇല്ലേ? ആ അത് തന്നെ. അത് ഫോണല്ലേ? അല്ല ഫോണല്ല, അതിന്റെ വലിയത്, നല്ല വിലയുള്ളത്. ഈ വിലയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തയക്കണത്. പോയത് നന്നായുള്ളൂ. അങ്ങനെ തന്നെ വേണം. സുപ്രങ്ങാനാണാ? ഓ സുപ്രം കൊണ്ടായിട്ട് കാണും. സുപ്ര അങ്ങനത്തെ ഒരു സാധനം ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടാവില്ല. ഓ പിന്നെ സുപ്രൻ. ഞാൻ ബാഗ് വെച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. ആ സാറിനെയും കൊണ്ടുണ്ടാവുക, വേറെ ആരും കൊണ്ടാവില്ല. ആ വന്നല്ലോ.
ദേ ചേച്ചി സുധിയേട്ടൻ. അതാ വന്നല്ലോ. എന്തായി? അമ്മേ ഇന്നലെ ബാംഗ്ലൂർക്ക് പോയിട്ടാ. ബാംഗ്ലൂരാ? ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണോ നിങ്ങൾ കുട്ടികളെ നോക്കണത്? മതി എൻ്റെ ട്യൂഷൻ ക്ലാസ്സും പഠിത്തമൊക്കെ നടക്കാനുണ്ട്. അയ്യോ എൻ്റെ ബാഗ്. ഓ അതും കൂടി നശിപ്പിക്കല്ലേ നീ. എന്താ ബാഗ്? ഇടയ്ക്കിടയ്ക്ക് വരണേ. ഞാൻ ഈ ഭാഗത്തേക്കേ ഇല്ലേ നീ. സുധി കൂടെ വന്നേ. ചെല്ലിട്ടാ ചെല്ല്. എന്താണ് മക്കളെ ഇതൊക്കെ? ഇങ്ങനെ പ്രശ്നം ഇവിടെ ആദ്യമായിട്ടാ. സുധിയെ, അമ്മയ്ക്കിപ്പം നിന്നെ വലിയ കാര്യമാണ്. നീ ഇങ്ങനത്തെ തരികട പരിപാടികളൊന്നും കാണിച്ചാൽ അത് ഇല്ലാണ്ടാക്കല്ലേ. നീ എന്തേലും ഒരു ജോലിക്കൊക്കെ പോയിട്ടൊന്ന് സെറ്റാവാൻ നോക്ക്. കേക്ക് ഒന്ന് സെറ്റാവാൻ നോക്ക്. സെറ്റാവും. അപ്പൂന് 35. താങ്ക്സ്. 35 ഉള്ളൂ. കുൽസോ 18.5. നോക്കട്ടെ. ശ്രേയ എനിക്ക് മാർക്കുണ്ടായാൽ മതിയായിരുന്നു. 32. 32 കുറച്ച് കുറവാ. സുപ്ര ഇങ്ങോട്ട് വന്നേ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. എന്തിനാ ചിരിക്കണേ? എത്ര മാർക്കുണ്ടെന്നറിയോ? എത്ര മാർക്കുണ്ടെന്നറിയോ? എന്നാ 0 കൊണ്ടേ എടുത്തു വെച്ചോട്ടാ. 0 മാർക്ക് കിട്ടി. ചേച്ചിയുടെ ദേവിക്ക് എന്താ കാണിക്കുന്നേ? 18.5 മാർക്ക്. എന്നാ കൊണ്ടുപോ. താങ്ക് യു. വാവുട്ടിക്കാണ് കേട്ടോ ടോപ്പ് മാർക്ക് 48.5. താങ്ക് യു. അപ്പൂനും വാവുട്ടിക്കും. ചേച്ചി ഇത് എന്ത് പരിപാടിയാണ്? എന്താ നിനക്ക് ശരിയല്ലാത്ത? ഫുള്ളും 0 മാർക്ക് ഇട്ടിക്കണേ. എടാ കുറവുണ്ട്. കൊണ്ടുപോയിക്കേ, വെറുതെ എൻ്റെ അടുത്ത് വാങ്ങിക്കണ്ട. പരീക്ഷയൊക്കെ നന്നായിരുന്നില്ലേ? എന്താന്നാവല്? അതെ, എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്. അപ്പം ഞാനതിന് പോവാ. ഇനിയോട്ട് ക്ലാസ് ഉണ്ടാവില്ല കേട്ടാ. ശരി കേട്ടാ, എന്നെല്ലാരും പൊക്കോ. സുപ്ര കാണാട്ടാ. ആ കാണാടി. ഫെനഫക്ക്